നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ പട്ടിക പുറത്തുവിട്ടു. 138 പേരുടെ പട്ടികയാണ് പുറത്തുവിട്ടത്. ഇവരുടെ ചിത്രങ്ങളും പുറത്തുവിട്ടു. ഇതേസമയം പട്ടിക അന്തിമമല്ലെന്ന് റവന്യൂ വകുപ്പ് അറിയിച്ചു. കാണാതായവർക്ക് വേണ്ടി ചൂരൽമറയിലും മുണ്ടക്കയിലും 9ാം ദിവസമായി ഇന്നും തിരച്ചിൽ തുടരുകയാണ്. ചാലിയാർ പുഴയിലും പരിശോധന നടത്തുന്നുണ്ട്. 152 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. അനധികൃതമായി വീട്ടിൽ സൂക്ഷിച്ച 50 ലിറ്റർ മദ്യവുമായി ഓട്ടോ ഡ്രൈവറെ തൃശൂർ എക്സൈസ് സംഘം പിടികൂടി. പുതൂർക്കര സ്വദേശി ഷിബുവാണ് പിടിയിലായത്. തൃശൂർ പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമായ പാമ്പാടി ലക്കിടി പാലം ശോച്യാവസ്ഥയിൽ. പാലത്തിന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. സ്പാനുകൾക്കിടയിലുള്ള വിടവുകൾ കൂടുതൽ അകന്ന നിലയിലാണ്. ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കുലുക്കവും ശബ്ദവും അനുഭവപ്പെടും. പാലത്തിന് 50 വർഷത്തെ പഴക്കമാണുള്ളത്. അടിഭാഗത്തെ കോൺക്രീറ്റ് പാളികൾ ഇളകി കമ്പികൾ കാണത്തക്ക വിധത്തിലാണുള്ളത്. വൈദ്യുതി ബിൽ അടച്ചില്ല. മുസ്ലിസ് ആക്ടിവിറ്റി സെന്ററിലെ ഫ്യൂസ് KSEB ഊരി. മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പറമ്പിൽ നിർമ്മിച്ച ആക്ടിവിറ്റി സെന്ററിലെ വൈദ്യുതിയാണ് വിച്ഛേദിച്ചത്. തൃശൂർ സോഷ്യൽ സർവീസ് ക്ലബിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് തൃശൂർ കോർപ്പറേഷന്റെ സഹകരണത്തോടെ പള്ളിക്കുളത്ത് സ്ഥാപിച്ച ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനം മേയർ MK വർഗീസ് നിർവഹിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി അധ്യക്ഷത വഹിച്ചു. നടത്തറ പഞ്ചായത്തിലെ 11, 12, 13 വാർഡുകളിലെ പ്രദേശവാസികൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. VA കൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. അത്താണി ബൈപ്പാസ് പത്താഴക്കുണ്ട് ഡാം റോഡ് നവീകരിക്കാൻ നടപടി. ഇതിനായി 1.5 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്. ആദ്യഘട്ടമായി ജില്ലാ പഞ്ചായത്ത് 1 കോടി രൂപയും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ 25 ലക്ഷം രൂപ വീതവും അനുവദിക്കും. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നവർ വികസന വിരുദ്ധരാണെന്ന കാഴ്ചപ്പാട് മാറണമെന്ന് RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ. സാണ്ടർ കെ തോമസ് സ്മാരക അവാർഡ് മന്ത്രി P രാജീവിന് ശ്രേയാംസ് കുമാർ സമ്മാനിച്ചു. പുരസ്കാര തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന് മന്ത്രി. ഗുരുവായൂർ കണ്ടാണശ്ശേരി പാരിസ് റോഡിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് യാത്രക്കാരന് പരിക്കേറ്റു. ചൂണ്ടൽ വെട്ടുകാട് മണ്ഡകത്തിങ്കൽ വിപിനാണ് പരിക്കേറ്റത്. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലവർഷം ശക്തമായതിനെ തുടർന്ന് വെള്ളിക്കുളങ്ങരയിൽ റോഡ് കുളമായി. വെള്ളിക്കുളങ്ങര സെന്റർ, ഗ്രാമീണ വായനശാല പരിസരം എന്നിവിടങ്ങളിലായി നിരവധി കുഴികളാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. വയനാട് ദുരന്തത്തിനിരയായവർക്ക് അടിയന്തരമായി കേന്ദ്ര സഹായം അനുവദിക്കണമെന്ന് കേരള കോൺഗ്രസ് M തൃശൂർ നിയോജക മണ്ഡലം കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത് ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചേലക്കര മേഖലയും കൊണ്ടാഴി ഗ്രാമീണ വായനശാലയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. പാറമേൽപ്പടി വായനശാലയിൽ നടന്ന ക്യാമ്പ് കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര വല്ലപ്പാടി ദേവമാതാ പള്ളിയിലെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഫാദർ നിക്സൺ ചാക്കോരിയ കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 15-നാണ് തിരുനാൾ. വടക്കാഞ്ചേരി നഗരസഭയിലെ മിണാലൂർ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിന്റെയും വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ടിന്റെയും നവീകരണ പദ്ധതിയുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ നിർവഹിക്കും. സംസ്ഥാന കായിക വകുപ്പ് അനുവദിച്ച 1,41,36,000 രൂപ ചിലവഴിച്ചാണ് സ്റ്റേഡിയം നവീകരിക്കുന്നത്. DYFIയുടെ വയനാട് പുനരധിവാസ പദ്ധതിയുടെ ധനശേഖരണാർത്ഥം കന്നുകുട്ടിയെ സംഭാവന ചെയ്തു. CPM മേത്തല ലോക്കൽ സെക്രട്ടറി KK വിജയനും ലോക്കൽ കമ്മിറ്റി അംഗമായ ഭാര്യ ഡോക്ടർ ET ബിന്ദുവുമാണ് കാസർഗോഡ് ഡോർഫ് ഇനത്തിൽപ്പെട്ട കന്നുകുട്ടിയെ സംഭാവന ചെയ്തത്. മാള അന്നമനട റോഡിൽ നിറഞ്ഞുകിടക്കുന്ന ചെളി കാൽനട യാത്രികർക്ക് ദുരിതമാകുന്നു. മാള ബസ് സ്റ്റാൻഡിൽ നിന്ന് 100 കണക്കിന് വിദ്യാർത്ഥികൾ നടന്നുപോകുന്ന വഴിയിലാണ് ചെളി നിറഞ്ഞുകിടക്കുന്നത്. കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ തിരുനാളിന് കൊടിയേറി. മുൻ വികാരി ഫാദർ ജസ്റ്റിൻ വാഴപ്പിള്ളി കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 15-നാണ് തിരുനാൾ. 31ാമത് SSF തൃശൂർ ജില്ലാ സാഹിത്യോത്സവത്തിന്റെ പന്തൽ കാൽനാട്ടൽ നടന്നു. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രവർത്തക സമിതി അംഗം PA മുഹമ്മദ് ഹാജി പന്തൽ കാൽനാട്ടൽ കർമ്മം നിർവഹിച്ചു. ഈ മാസം 9, 10, 11 തീയതികളിലായി 3 പീടികയിലാണ് ജില്ലാ സാഹിത്യോത്സവം അരങ്ങേറുക.
SC/ST മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ആര്യനന്ദയെ അനുമോദിച്ചു. ചാമക്കാല ചക്കുഞ്ഞി കോളനിയിൽ നടന്ന ചടങ്ങിൽ കൊടുങ്ങല്ലൂർ DVSP VK രാജു ഉദ്ഘാടനം ചെയ്തു. BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാറിനെതിരെ പോലീസ് ചുമത്തിയ 107-ാം വകുപ്പ് തൃശൂർ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി റദ്ദാക്കി. കോടതി നടപടിയിൽ സന്തോഷമുണ്ടെന്ന് അനീഷ് കുമാർ. മന്ത്രി K രാജന്റെ കോലം മണലിപ്പുഴയിൽ ഒഴുക്കി പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ജാഗ്രതാ മുന്നറിയിപ്പില്ലാതെ PG ഡാം മണിക്കൂറുകൾക്കകം തുറന്നുവിട്ടവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ജില്ലയിൽ കനത്ത മഴയിൽ വെള്ളം കയറിയ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ദുരിതാശ്വാസം എത്തിക്കുന്നതിൽ അധികാരികൾക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജൻ. ജാഗ്രതാ മുന്നറിയിപ്പില്ലാതെ PG ഡാം മണിക്കൂറുകൾക്കകം തുറന്നുവിട്ടവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന് കത്ത് നൽകിയതായി അഡ്വക്കേറ്റ് ജോസഫ് ടാജൻ. കൊടകര പേരാമ്പ്ര പുത്തുക്കാവ് റോഡിൽ കുഴികൾ നിറഞ്ഞതോടെ യാത്ര ദുഷ്കരമായി. മഴവെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനമില്ലാത്തതാണ് റോഡിന്റെ ദുരവസ്ഥയ്ക്ക് പ്രധാന കാരണമെന്ന് പ്രദേശവാസികൾ. ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യുവജന ദിനം വിവിധ പരിപാടികളോടെ തൃശൂരിൽ സംഘടിപ്പിക്കും. യുവജന ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള സംസ്ഥാനതല മത്സരങ്ങൾ ഞായർ, തിങ്കൾ ദിവസങ്ങളിലായി നടക്കും. വയനാടിന് കൈത്താങ്ങായി ചാഴൂരിലെ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ഉടമ ഉണ്ണിരാജൻ സഹായധനം നൽകി മാതൃകയായി. 10,000 രൂപ ധനസഹായമായി നാട്ടിക MLA CC മുകുന്ദന് കൈമാറി. കുളമ്പുരോഗം, ചർമ്മമുഴ എന്നീ രോഗങ്ങളുടെ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ പഞ്ചായത്തുതല ഉദ്ഘാടനം തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത നിർവഹിച്ചു. തളിക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത അധ്യക്ഷത വഹിച്ചു. തൃശൂർ ഈസ്റ്റ് ഉപജില്ലയുടെ വിദ്യാരംഗം കലാസാഹിത്യവേദി ഉദ്ഘാടനവും മുകുന്ദനും മയ്യഴിപ്പുഴയുടെ തീരങ്ങളും എന്ന വിഷയത്തിൽ പ്രബന്ധാവതരണവും തൃശൂർ മോഡൽ ഗേൾസ് സ്കൂളിൽ നടന്നു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി ഡോക്ടർ MN വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു. ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് 2 ലക്ഷം രൂപ കൈമാറി. ET ടൈസൺ MLA ചെക്ക് ഏറ്റുവാങ്ങി. അവാർഡ് ലഭിച്ച മുഴുവൻ പണവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി വിദ്യാർത്ഥികൾ മാതൃകയായി. നിർമ്മല ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളായ ബ്രിട്ടോ ടോം, ബിജു, അതീർത്ത് K ചന്ദ്രൻ എന്നിവരാണ് അവാർഡ് തുകയായ 10,000 രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ ജില്ലാ കളക്ടർക്ക് കൈമാറിയത്. മരുതയൂർ തജ്നീദ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അമല ആശുപത്രിയുടെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് നടത്തി. പാവർട്ടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന രക്തദാന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന ഉദ്ഘാടനം ചെയ്തു. വയനാട് ദുരന്തബാധിതർക്ക് 1 ലക്ഷം രൂപ നൽകി കുരീച്ചിറയിലെ CITU ചുമട്ട് തൊഴിലാളികൾ. പൂൾ ലീഡർ PA ജോസ് മന്ത്രി R ബിന്ദുവിന് തുക കൈമാറി. കുടിവെള്ളക്ഷാമത്തിനെതിരെ മതിലകം പഞ്ചായത്തിലേക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. യോഗം കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ P മേനോൻ ഉദ്ഘാടനം ചെയ്തു. വെള്ളക്കെട്ടൊഴിഞ്ഞതിനെ തുടർന്ന് ചാമക്കാല ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞിരുന്നവർ വീടുകളിലേക്ക് തിരിച്ചുപോയി. കനോലി കനാൽ കരകവിഞ്ഞതിനെ തുടർന്ന് എടത്തിരുത്തി പഞ്ചായത്ത് പ്രദേശത്തെ 47 കുടുംബങ്ങളാണ് ഒരാഴ്ചയോളമായി ക്യാമ്പിൽ കഴിഞ്ഞിരുന്നത്. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.